ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാനിങ്ങനെ ഉണ്ടാക്കി പറയുന്നതല്ല, പറയിപ്പിച്ച് പറയുന്നതല്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കി പറയുമ്പോൾ ശരിക്കുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ചേർച്ചില്ലാത്തവരെ കൊണ്ട് വന്നിട്ട് കാര്യമില്ല. എന്താണ് പറയണത്? ചേർച്ചില്ലാണ്ട് ചിലപ്പോൾ ഓട്ടോയിൽ കാശ് കൊടുക്കാൻ നിൽക്കായിരിക്കും. ഇപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കിട്ടാറിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ പറയില്ല, ഇത് റെക്കോർഡ് ചെയ്യില്ല. ഒരു കാശ് എന്നിട്ട് പറയുന്നത് നിങ്ങളുടെ ഡ്രഗ് അടിച്ച ശബ്ദങ്ങൾ ഈ കേൾക്കേണ്ട കാര്യമില്ല, അത് കേൾക്കില്ല എന്ന് പറയുള്ളൂ. ഞാൻ പോയിൻ്റ് ഇടുന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഓട്ടോയിൽ കാശ് കൊടുക്കാൻ നിന്നു, നിഴൽ പോയോ, അവിടെ നിന്ന് നിഴൽ പോയോ പോയി ഞാൻ നോക്കേണ്ട കാര്യമില്ല അല്ലേ? അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാവാൻ കിടക്കുന്ന സമയമായി, എവിടെയും ദൂരെ എവിടെയെങ്കിലും നിങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിക്കണോ, ജോലി ചെയ്യണോ, അതിൻ്റെ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യണോ, അപ്പോഴും നിങ്ങൾ മാറാൻ തയ്യാറല്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, അവിടെ മാറാണ്ട് പിന്നെ 10 വർഷം 1000 വർഷമായിട്ട് മാറിയിട്ട് കാര്യമുണ്ടോ? അത് മാറാൻ പറ്റില്ല. അത് ഒരു കാര്യം സാധാ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഓട്ടോയിൽ കാശ് കൊടുക്കാൻ നിൽക്കുമ്പോഴോ, എവിടെയും പോകാൻ നിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ സാധാ രീതിയിൽ സംസാരിക്കണ്ടേ? അങ്ങോട്ട് അങ്ങനെ എന്തെങ്കിലും വന്ന് എന്തെങ്കിലും അങ്ങോട്ട് ചെയ്തു തീർന്നു. എന്തെങ്കിലും പുറത്ത് പോയി ഭക്ഷണം കഴിച്ചു ചെയ്തു. പക്ഷെ നിങ്ങളുടെ കറക്റ്റ് സമയമുണ്ടല്ലോ, കറക്റ്റ് ചേർച്ചയില്ലാത്തത് ചേർച്ചയില്ലാത്തതേ കൊണ്ടുവരുള്ളൂ. അന്ന് 15, 16, 17 വയസ്സിൽ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമുണ്ടോ ഗുണമില്ല, അതിന് കൊണ്ടുവരും. കുറേ വരുമ്പോൾ പഴകേര് കൊണ്ടുവരും. ചില പ്രകാശമില്ലാത്ത കുണ്ടികളെ കൊണ്ടുവരും. ചില നേരത്ത് ഡ്രഗ് അടിച്ച് ഛർദ്ദിക്കണവരെ കൊണ്ടുവരും. ചില നേരത്ത് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ. ഞാനൊരു പോയിന്റ് ഇടാന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരു സമയം എപ്പോഴെപ്പോഴും വന്നു കഴിഞ്ഞാൽ ഞാനൊരു പോയിന്റ് ഇടും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ സാധാ രീതിയിൽ പേര് ഹാരിസ് അല്ലേ എന്ന് പറഞ്ഞ് തുടങ്ങാനുള്ള നിങ്ങൾക്ക് ക്ഷമത ഇല്ല. എന്താ വെച്ചാൽ ഞങ്ങൾ ഡ്രഗ് അടിച്ചു കൊടുത്ത് നടക്കുകയാണ്. നിങ്ങൾക്ക് ഉള്ള കാര്യം തന്നെ മനസ്സിലാക്കാനുള്ള ബോധമില്ല. ഇവിടുത്തെ കാര്യം ഇവിടുത്തെ എൻവയോൺമെൻ്റ് അല്ല, അവിടുത്തെ എൻവയോൺമെൻറ്റ് 1 വർഷം വെറുതെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഡ്രഗ് അടിച്ചു കൊടുക്കുന്നത് ബോധത്തോടെ അല്ല ചിന്തിക്കുന്നത്, ബോധത്തോടെ അല്ല വിചാരിക്കുന്നത്, ബോധത്തോടെ അല്ല. ഒരു നിമിഷം, ഒരു ചെറിയൊരു സെക്കൻഡ്, മില്ലി സെക്കൻഡ് മനസ്സിലാക്കിയാൽ മതി ശരിക്കും എന്താണെന്ന്. അത് നിങ്ങൾക്ക് പറ്റണല്ലേ? നിർജ്ജീവമായത് ആലോചിച്ചിരിക്കല്ലേ? ശരിക്കുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടും തെറ്റിനെ ശരിയാന്ന് പറഞ്ഞ് അതിൽ ആയിരുന്നു കുട്ടിവാങ്ങി തമ്മിൽ കൊല്ലിക്കണവർ. ഒരു പ്രാവശ്യം നിങ്ങൾ പോയിന്റ് ഇടാൻ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ തുറക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ നീങ്ങും. 2 പേരും അറിയില്ല, 20, 100 പേരായിട്ട് വരെ അറിയില്ല. അടുത്ത് വന്നാൽ നിങ്ങൾ തിരിച്ചറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പോയിന്റ് ഇടും. ഞാൻ ഇന്നലെ ഇവിടെ രാവിലെ വന്നുള്ളൂ, ഒരു ടോണും വയസ്സും ഞാൻ നിങ്ങൾക്ക് എന്നെ മുമ്പ് കണ്ട് സംസാരിച്ച് പരിചയമൊന്നുമില്ലല്ലോ. നിങ്ങൾ ആരാ പാടുന്നു വിളിക്കുന്നുണ്ട്? അപ്പോൾ തന്നെ നിങ്ങൾ പറയും നിങ്ങളിപ്പോൾ പോവാടാന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് അറിയണ പോലെ സംസാരിക്കാൻ ആ ഒരു ഇതില്ല. അത് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലേ? അതുകൊണ്ടാണ് ചോദിക്കണം, നിങ്ങൾ ഏത് ബെഡിന് സ്വപ്നം കാണുന്നത്? അതൊരു ഇതുണ്ടല്ലോ, ഹാരിസേ വാ, അങ്ങനെ പറയണ രീതി ഉണ്ടല്ലോ, അത് നിങ്ങൾക്കില്ല. നിങ്ങളുടെ ഉള്ളിൽ തെറ്റുണ്ട്, കുടിച്ചിട്ടകർച്ചയുടെ തെറ്റ്. അപ്പോൾ ഞാൻ ഉള്ള കാര്യം ശരിക്കുള്ള പറയണേ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പോയാടെന്ന് പറഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ തുറത്ത് ഞാൻ ചിരിക്കേണ്ടി വരാണ്. എന്നെ ചിരിപ്പിച്ച് കൊല്ലരുത്. നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് എനിക്ക് പൊതുപ്പിനടിയിൽ രാത്രി ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് എന്തെങ്കിലും സാധാ രീതിയിൽ പോകണു, ഒരു കാര്യം കുഴപ്പമില്ല. പൊതുപ്പിനടിക്ക് ചിരി ചിരിച്ച് ഞാൻ ശ്വാസം മുട്ടി മരിക്കും പൊതുപ്പിനിടയിൽ. ഇപ്പോൾ തണുപ്പ് കൂടുതലാണ്, അപ്പോൾ കമ്പിളി കട്ടിയുള്ള പൊതുപ്പാണ് വിരിച്ചു കിടക്കുന്നത് മോളികൂടെ, ശ്വാസം മുട്ടി ചാവനിടയുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക, ചിരിപ്പിച്ച് കൊല്ലരുത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചേർച്ചയുള്ള കാര്യങ്ങളെല്ലാം പറയണം. അറിയണ്ടെങ്കിൽ അറിയണ പോലെ സംസാരിക്കാം. അറിയണില്ലെങ്കിൽ നിങ്ങൾ വരേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ അറിയണില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയണം എന്ന് പറയേണ്ട കാര്യം എന്താണ്? ഞാൻ പിന്നെ വരും, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നിങ്ങളെ അറിയും എന്ന് പറഞ്ഞ് വരുമോ? ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇവിടെ ഇന്നലെ രാവിലെ വന്നുള്ളൂ, അത് തീർത്തൊരു പോയിന്റ് പറഞ്ഞു ഇല്ലേ? എന്നോട് മുമ്പ് കണ്ട് സംസാരിച്ച് പരിചയം വല്ല ഉണ്ടോ? ഇവിടെ കാർഡിൽ നിന്ന് വിളിക്കട്ടെ, ആരെക്കുറിച്ച് പറയണം? ഞങ്ങൾ മലയാളിക്കാരെ നാടക്കേട്. അപ്പോൾ അതുകൂടി പറയേണ്ട കാര്യമില്ല. നിങ്ങൾ അപ്പോഴും നീ പോയിടാ, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോണേ. അപ്പോൾ അതിൽ നിങ്ങൾ ഡ്രഗ് അടിച്ച് നടന്ന് നിങ്ങൾക്ക് മാറാൻ തയ്യാറാവാത്ത വിഡിത്താണ്. ഇവിടെ മുസ്ലിം വന്നാലും ഹിന്ദു വന്നാലും ആങ്കോയ വന്നാലും നിങ്ങൾ റൂമിൽ കയറി 10 പേരിൽ നിന്ന് ഒരു വിഡിത്തം വെളിവില്ലാത്തവർക്ക് പഴകിയ ഡയലോഗ് പറഞ്ഞു കൊടുക്കില്ലേ, പറയിപ്പിച്ച്? അവർ ലെജൻഡല്ല, വേസ്റ്റുകളാണ്. സ്വന്തമായിട്ട് പറയാൻ അറിയാത്തവർ, കുരുട്ട് മോന്തയുള്ളവർ. ഒരു രൂപസാദൃശ്യെങ്കിലും വേണ്ടേ? നിങ്ങൾ വേറെ വല്ല വീട്ടിലെ സ്വപ്നം കണ്ട അത് ഇവിടെ ആവോ? ഒരു 34 വയസ്സോട്ട് പറയുന്നതൊക്കെ വ്യത്യാസമുള്ള മനസ്സിലാക്കുന്ന ബോധം. പെണ്ണുങ്ങൾ വരെ ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്, സ്ത്രീകളെ വരെ. എത്ര സ്ത്രീകളാണ്? ടീച്ചേഴ്സ് വരെ ഡ്രഗ് അടിച്ച് നടക്കണ്ടല്ലോ, ഡോക്ടേഴ്സ്, വക്കീൽമാർ, പോലീസുകാർ. ഡ്രഗ് അടിച്ച് നടക്കണവർ തന്നെ ഡ്രഗ് അടിച്ച് നടക്കാൻ പിടിക്കാൻ നടക്കണം.
എന്തിട്ട് ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കണം? എനിക്ക് എനിക്ക് ശരിക്കും പറയാം, നിങ്ങളുടെ ഗോഷ്ടിയും മുഖഭാവവും പ്രകാശത്തിൽ കൊണ്ടു കണ്ടിട്ട് മനസ്സിലാക്കാൻ ശരിക്കും നിങ്ങളുടെ കാര്യമില്ലാത്ത വെഡിത്ത സോഷ്യൽ അവസ്ഥ ശരിക്കും എനിക്ക് മനസ്സിലാവണല്ലേ. ഡ്രഗ് അടിച്ച് നടന്ന് നിങ്ങൾ ഇല്ലാണ്ടാവാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരു കാര്യം ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രീതിയിൽ സംസാരിക്കണം. അത് പറ്റില്ല ഞങ്ങൾക്ക്. വല്ല ഗുഡ്ക കഴിച്ച് ചൂറ്റിപ്പോയ റോമൻ കാത്തലിക്സും ഗ്ലീഷകളും അഡോൾഫ് ഹിറ്റ്ലറും എരുന്ന് കൂട്ടി ചത്തവരും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കണവരും സീജറോയ് ഇത് പറയുമോ? അവർക്കിത് പറയേണ്ട കാര്യമുണ്ട്? ഹിന്ദിക്കാർക്ക് തന്നെ മലയാളം സ്പഷ്ടമായിട്ട് പറഞ്ഞ് തുടങ്ങി പറയാറിയില്ല. ഹിന്ദിക്കാരോട് മലയാളത്തിൽ സംസാരിച്ചൊക്കെ അവർ ഹിന്ദിയിൽ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ദിവസം അവർ 90 വർഷമായാലും ഹിന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടിയും കഴിച്ച് നിങ്ങൾ ചുണ്ണാമ്പ് കഴിക്കും. ഫ്രൈഡ് റൈസിൽ നിങ്ങളുടെ ചുണ്ണാമ്പ് തുപ്പി അവരുടെ വീണാൽ അവരത് കഴിക്കും. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ ഞാൻ ഇതോടെ ചേർക്കുക, നിങ്ങൾ മലയാളികളാണ്, അങ്ങനെ മലയാളി പാരൻസ് ഉണ്ടായത്, അല്ലെങ്കിൽ ഗുഡ്ക ഹിന്ദുസും ഗുഡ്ക ഹിന്ദികളല്ലത്. അപ്പോൾ ഉള്ള കാര്യം നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ, ആ സമയത്ത് വന്നിട്ട് ഉള്ള കാര്യം നിങ്ങൾക്ക് ഉള്ള പോലെ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ മലയാളി പാരൻസ് ഉണ്ടായ ആ രീതിയിൽ സംസാരിക്കും. അത് അറിയില്ലെങ്കിൽ നിങ്ങൾ മലയാളികൾക്കാണ് നാണക്കേട്. മലയാളത്തിലൊരു സ്പെഷ്യൽ ഒരു പ്രത്യേക രീതിയിൽ ഒരു എനർജി വന്നിട്ടുണ്ടെങ്കിൽ ആ മലയാളിയോട് നിങ്ങൾക്ക് മലയാളം സംസാരിക്കാൻ അറിയാണ്ട് വേറെ ഡ്രഗ് അടിച്ച് നടക്കണവരോട് മലയാളം പറഞ്ഞ് ചൂറ്റി പോകുന്ന കേസുകളാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ജീവിച്ചത്? ഇത് നിരങ്ങി നീങ്ങൽ എന്നല്ല പറയുന്നത്. ഉള്ള കാര്യം ഞാൻ സംസാരിക്കേണ്ട, എന്തെങ്കിലും ചേർച്ചയോടെ സംസാരിക്കുന്നതൊക്കെ വ്യത്യാസമുണ്ട്. ചേർച്ചയോടെ ഭക്ഷണം കഴിക്കാൻ പോലും അതൊക്കെ അത് നിങ്ങൾക്കില്ല. ഉള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. വീണ്ടും അതന്നെ കിറങ്ങി കുറഞ്ഞ് ഇരിക്കുകയാണ്. അത് തീർന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അവന് അവിടെയൊക്കെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് എനിക്ക് വർത്താനൊക്കെ പറയണം. അതിൻ്റെ അതിനനുസരിച്ച് സംസാരിക്കണ രീതിയാണോ ശരി, ചെയ്യണ രീതിയാണോ ശരി? ഇപ്പോൾ 3 മാസമാണെങ്കിലും അത് ഇഷ്ടപ്പെടാണ്ട്, അല്ലെങ്കിൽ 6 മാസമാണെങ്കിലും 9 മാസമാണെങ്കിലും അല്ല 1.25 വർഷമാണെങ്കിലും 1.25 വർഷമാണെങ്കിലും അവിടെ പിന്നെയും അവിടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിന്ന് 1 വർഷം നീട്ടി കിട്ടുകയാണെങ്കിലും എന്താണെങ്കിലും സംസാരിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഭാരിച്ച് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ പിന്നെ ചെന്നിട്ട് അങ്ങനെയൊക്കെ ഇവിടെ നമ്മൾക്ക് സാധാരണ രീതിയിൽ സംസാരിക്കാറിയാണ്ട് പേര് വിളിച്ച് സംസാരിക്കാറിയാണ്ട് പഴകിയവർ പറഞ്ഞിരിക്കും. എന്നിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ടക അടിച്ചൊരു നടക്കലായിരുന്നു പണ്ടപ്പോൾ ഞങ്ങൾ പാരലിസിൻ്റെ ഇതല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലായിരുന്നു കുട്ടി ചവറ അവന് ആവശ്യപ്പെടാണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ വന്നു. ഷാജിയുടെ പോലെ പാരലിസിസ് ആവാൻ ഇറങ്ങി കിട്ടേണ്ട കാര്യം ഇപ്പോൾ തോന്നേണ്ട കാര്യം പിന്നെ തോന്നിയിട്ട് കാര്യമുണ്ട്. ഇപ്പോൾ തോന്നേണ്ട കാര്യം ഒരു വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടോ 90 വർഷം കഴിഞ്ഞിട്ട് തോന്നിയിട്ട് കാര്യമുണ്ട്? ഇല്ല. കറക്റ്റുള്ള സമയത്തിന് ചേർച്ചയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണല്ലേ. പിന്നെ റോമൻ കാത്തലിക്സിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഹിന്ദുസും മുസ്ലിം ലീഗും BJP CPI ആയും അവരെന്താ ചെയ്യണേ? ഞങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ചൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങൾ റോമൻ കാത്തലിക് പാതിരികളുടെ ആവശ്യമില്ല, വിലയില്ലാണ്ട് ചേരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തന്തയും തള്ള കയറുന്നൂട്ടി കുടിച്ചിട്ട് അകടിച്ച് നടന്നവരാണ്, അവർ പിടിച്ചു നിന്നാണ് ഞങ്ങളുടെ തെറ്റിദ്ധാരണ. പക്ഷെ ഞങ്ങളിങ്ങനെ സോഷ്യലിൻ്റെ ഓപ്പോസിറ്റും മിസ്കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നടക്കുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക് നേച്ചറൊക്കെ കൊണ്ടിട്ട് ഞങ്ങളുടെ വിചാരം അതാ ക്രിസ്ത്യാനിറ്റി എന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ 300 വർഷം ഇങ്ങനെ കുറേ വരുന്ന 300+ ജീവിതമൊക്കെ ഉണ്ടാവും എന്നറിയാം ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ ശരിക്കുള്ള ബൈബിളൊന്നും ഞങ്ങൾക്ക് വായിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ബൈബിള് വായിച്ചിട്ടുണ്ട്, അതിഷ്ടമായി നിന്ന് യഹൂദിയരും അതൊക്കെയാണ് ക്രിസ്ത്യാനിറ്റി എന്ന് അറിയാം. പക്ഷെ ഞങ്ങൾക്ക് ശരിക്കുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട. അഡോൾഫ് ഹിറ്റ്ലർ കുറേ പേര് കൊന്നു, അഡോൾഫ് ഹിറ്റ്ലറെ തെറ്റെന്നൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കൊടവയറന്മാരും പ്രകാശില്ലാത്ത കുണ്ടികൾ ഡ്രഗ് അടിച്ച് ഇരുണ്ട മോന്തകളൊക്കെ അല്ലേ. 37 വയസ്സൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു പ്രകാശ രീതിയിൽ ഒരു തരം എന്താ പറയുക, ആ ചൊടിക്കനുസരിച്ച് നടക്കാനൊന്നും അറിയില്ല. ഞങ്ങൾക്ക് 78 വയസ്സ് വരെ അനുകരിച്ച് അത് ആ രീതിയിൽ ഗുട്ക അടിച്ച് BJPക്കാർ ഗുട്ക അടിച്ച് നടക്കണവരുണ്ട്, ഡ്രഗ് അടിച്ച് മുസ്ലിം ലീഗ് ഡ്രഗ് അടിച്ച് നടക്കണവരുണ്ട്, വേറെ ഏതൊക്കെ വേഷമിട്ടിട്ട് CPIMക്കാർ കുറേ ഡ്രഗ് അടിച്ച് നടക്കണവരുണ്ട് പല സ്ഥലത്തും. മാർക്സിസ്റ്റ് നിരീശ്വരവാദം കൊണ്ട് നടക്കണവർ, കാറൽ മാർക്സ്, യഹൂദിയർക്ക് എതിരെ എല്ലാം എതിർത്ത് എതിരെ ഓപ്പോസിറ്റ് ചെയ്യണവരായിട്ടാണ് ഞങ്ങൾക്കിത്. അതാണ് ഇതെന്ന് പറയുന്നത്. എന്നിട്ട് ട്രക്ക് അടിച്ച് നടന്ന് അവരുടെ പ്രകാശത്ത് കൊണ്ടി പൊക്കി ആർക്കോ വേണ്ടി നിരങ്ങി നീങ്ങും, അവരും വെളിപേരാവും, ഞങ്ങളും വെളിപേരാവും. അതാണ് ഞങ്ങളുടെ വിചാരം ക്രിസ്ത്യാനിറ്റി എന്ന് വിചാരിച്ച് ഞങ്ങൾ അതായിരുന്നു. എന്നിട്ട് ഈ വിഡ്ഢികളെ പോലെ ചത്തിട്ട് എന്നെ ചിരിപ്പിച്ച് കൊന്നിട്ട് വല്ല കാര്യമുണ്ട്? അതൊക്കെ ബൈബിളിൽ പറഞ്ഞേ, വിഡ്ഢികളെ ഓർത്തിട്ട് വിവരം ചിരിക്കുന്നു. അതെന്തുറ്റാ അത് ആവർണ്യമായി പറയണേ. വിഡ്ഢികളെ ഓർത്ത് വിവരം ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ചിരിച്ച് നിർക്കാൻ പറ്റില്ല.
അപ്പം ഞാൻ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പം ഡ്രഗ് അടിച്ചു കൊടുത്ത് നടക്കുന്നവരും ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പാഴായി ഡ്രഗ് അടിച്ച് അതൊക്കെ ഞങ്ങൾ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ബൈബിൾ ഞങ്ങൾക്കൊന്നും അറിയേണ്ട. പക്ഷേ ഞങ്ങളിങ്ങനെ റോമൻ കത്തോലിക്ക് വിപരീതം ചെയ്യുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് വിചാരിച്ച് നടക്കണ്ടായിരുന്നു. എന്നിട്ട് ഈ മുസ്ലിം BJP കൊണ്ട് നടക്കും. അപ്പം ശരിക്കുള്ള ഡ്രഗ് അഡിക്ട്സ് എല്ലാവരും ഇത് പറയുമോ? അത് മനസ്സിലാക്കാനുള്ള ബോധമല്ലേ? അവർക്കത് പറയേണ്ട കാര്യമില്ല. ഞാൻ എല്ലാവരെ കുറിച്ചും മുതിർന്നവരെ വയസ്സായവരെ കുറിച്ചോ സമപ്രായക്കാർ അനിയത്തിമാരെ കുറിച്ചോ അനിമാരോ അവർക്ക് എന്തൊക്കെ ചെയ്യണം? അവരങ്ങനെ ഇല്ലെങ്കിലും സ്കൂൾ പിള്ളേരും ബാഡ്ലി കൊണ്ടിട്ട് സ്ഥലത്താണെങ്കിലും ഒരു മിനിറ്റ് പോയി തിരിച്ചു വന്നാലല്ലോ. എവിടെയാണെങ്കിലും അഞ്ഞമിഞ്ഞോ ഞാൻ ഡ്രഗ് അടിച്ചു കുടിച്ച് നടക്കാനല്ല പറയുന്നത്, കുടിച്ചിട്ട് ബോധമില്ലാണ്ട് നടന്നോന്നല്ല പറയുന്നത്. അവരിത് പറയില്ലേ? പുന്നൻ കൊണ്ണൻ ഞാൻ ആരെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? പിന്നെ എങ്ങനെ എനിക്ക് കൊള്ളണ്ടെങ്കിൽ ഞാൻ ഡ്രഗ് അടിച്ച് നടക്കണ്ടേ? ഒരു 3 വർഷമാണെങ്കിലും 2 വർഷമാണെങ്കിലും 9 വർഷമാണെങ്കിലും എത്ര വർഷമാണെങ്കിലും ഒരു കാര്യം ഉള്ളിൽ നിന്ന് എന്താ പറയണേ, ഉൾക്കൊണ്ട് എന്താ പറയണേന്ന് മനസ്സിലാക്കാനുള്ള ബോധമല്ലേ? വലിയ ഡ്രഗ് അടിച്ച ഹിന്ദു നിരീശ്വരവാദികൾ ആയിരുന്നു കൂട്ടി ചത്തവരൊക്കെ അത് പറയുമോ? പ്രകാശമില്ലാത്ത മോന്തകൾ വീർത്ത് പന്തലിച്ചിരിക്കണ, തടിച്ച് വീർത്ത് കിഡ്നി ഡിസീസ് വന്ന് ശരീരമാസകരം ഒരു വൃത്തികെട്ട ഒരു രീതിയിലിരിക്കണവർ പറയുമോ? എന്നിട്ടും ഉള്ള കാര്യം സാധാ രീതിയിൽ പേര് വിളിച്ച് സംസാരിക്കാറില്ല എന്ന്. ഈ വേണ്ടാത്തത് വിലയില്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കും. പയ്യനും കുയ്യനും ഡ്രഗ് അടിച്ച് നടക്കുന്ന ഡോക്ടേഴ്സും പേഷ്യൻസും ഇത് പറയുമോ? എന്നിട്ടത് മനസ്സിലാക്കണ ബോധമില്ലേ? ഞാൻ കുളിക്കാൻ പോകുമ്പോൾ കപ്പ് എടുത്ത് എനിക്ക് വൃത്തിയായി കുളിക്കാൻ നിങ്ങളാണ് കപ്പ് എനിക്ക് എടുത്താരുന്നത്? അല്ല, എനിക്ക് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഡ്രഗ് അടിച്ചു കുടിച്ച് നടക്കാൻ പോകണ്ട. നിങ്ങൾക്ക് തോന്നേണ്ടത് നിങ്ങൾ അപ്പം തോന്നണം മാറാം എന്നുള്ള ഇതിൽ. പക്ഷെ നിങ്ങളത് ചെയ്യണല്ലേ? നിങ്ങൾ വീണ്ടും ഡ്രഗ് അടിച്ച് കുടിച്ച് അതേ നിങ്ങളെ കുഴി ചാടിക്കാൻ തമ്മിൽ കൊല്ലിച്ചുകൊണ്ടിരിക്കണം വിവരമില്ലാത്തവർ. അവരുടെ കൂടെ നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് മേന്മ കിട്ടാനാണ്? പിന്നെ മുസ്ലിംസും ആമുക്കോയും ഷൂർഖാനും എല്ലാം ഈ BJPയുടെ മൂട് താങ്ങി നടക്കുന്നവരാണ്. മുസ്ലിം ലീഗിലുള്ളവർ വരെ ഹിന്ദുസായി മാറണവരുണ്ട്. വിവരമില്ലാത്തവിടത്തേക്ക് മാറിയിട്ട് കാര്യമുണ്ടോ? ഡ്രഗ് അടിച്ചു കുടിച്ച് നടക്കണവർ വിവരമില്ലാത്തവിടത്തേക്ക് മാറുക, വിവരമില്ലാത്തവർ വിപരീതം ചെയ്യണവരോടത്തേക്ക് മാറുക, എല്ലാം കൂട്ടി കലർത്തി എന്തൊക്കെയോ കലങ്ങി കിടക്കുന്നുണ്ട്. ശരിക്കുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. വല്ല മുസ്ലിംസും ശരിക്കുള്ള ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയൂ? ഹിന്ദുസും മുസ്ലിംസും റോമൻ കാത്തലിക്സിന് വരെ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് അറിയില്ല. പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുക. പാതിരികൾ ചിരിച്ച് കാണിച്ചു തന്നാൽ വിചാരിക്കും പാതിരികൾ ശരിയാ, ഞങ്ങൾ കുടിച്ചിട്ട് കുറച്ച് നടന്നവരാണ്, പക്ഷെ പാതിരികളാണ് ശരി എന്ന് പറഞ്ഞാൽ കൊച്ചു എന്ന് പറഞ്ഞ് നടക്കണവര്. ബൈബിൾ തുറന്നു വായിക്കാൻ അറിയില്ല ഞങ്ങൾക്ക്. ബൈബിൾ പറയുന്നുണ്ട് നിങ്ങൾ സാധാ രീതിയിൽ പാതിരികൾ നിന്ന് വിലയില്ലാണ്ട് ചെയ്യരുത്. അതിൻ്റെ സമയം തീർന്നു. ഇനി ചെയ്ത് വില ഇല്ലാണ്ടാക്കരുത്. പ്രത്യേകിച്ച് വില ഇല്ലാണ്ടാ ചെയ്യരുത് പറഞ്ഞാൽ നക്കാപ്പിച്ച സാലറിക്ക് ചെയ്യരുത്. ഇത് മെറ്റീരിയലിസ്റ്റിക് ജോലിയല്ല, ഒരു മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ അല്ല, ഒരു ഉന്നത തലത്തിലേക്ക് മാറ്റം കൊണ്ടുവരാനുള്ള കാര്യമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണ ബോധമില്ല. എവിടെ കൊണ്ടെത്തും? പിന്നെ ഇത് നിങ്ങൾ ഗാഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞെങ്കിൽ തിരിച്ചറിയില്ല. ഒരു സാധാ അറ്റ്മോസ്ഫിയറിൽ പോകുമ്പോൾ ഞാൻ ഗോഡിനെ GOD എന്നുള്ളതായതുകൊണ്ട് എൻ്റെ ഇപ്പോൾ ജോസ് ഡാഡി ആണെങ്കിലും പഠിപ്പിച്ചത് ഗോഡ് എന്ന് പറയാനാണ്. അവർ പറയുന്നത് ഗാഡ് എന്ന് പറയും, ഗോഡ് എന്ന്. അപ്പം ഞാൻ ഗോഡ് തന്നെ പറയണേ. അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ്കാർ ശരിക്കും ഗാഡ് എന്നാണ് പറയുകയാണെങ്കിൽ എനിക്കറിയാം ഗാഡ് എന്ന് പറയും. പക്ഷെ എനിക്കത് ചൊവ്വയില്ല. എൻ്റെ നാവ് നേരെ പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. GOD അതേ സ്പെല്ലിങ്ങാണ് ഞാൻ പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് ഞാൻ സാധാ രീതിയിൽ പോകണം. ഞാൻ ഒരു കൃത്രിമം അവിടെ കാണിക്കണല്ലേ. കൃത്രിമം കാണിച്ച് നിങ്ങൾ ലെജൻഡിനെ വേസ്റ്റ് ആക്കി നടക്കണല്ലേ. ഞാൻ സാധാ നിങ്ങൾ എന്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണല്ലേ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. തിരിയാത്തത് കൊണ്ട് തന്നെയാണ് പറയണേ, എനിക്ക് മനസ്സിലാവണല്ലേ. ഞാനിവിടെ സെൽഫിഷ്നെസ് ഒന്നും കാണിക്കണല്ലേ. ഞാൻ എവിടെയെങ്കിലും പാട്ട് പാടുമ്പോൾ ഗോഡ്സ് എന്നാ പറയണേ. അപ്പോൾ ഈ അതിൽ ഇംഗ്ലീഷ്കാർ പറയുമ്പോൾ ഇംഗ്ലീഷ്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈസ് ദിസ് ഇംഗ്ലീഷ് എന്ന്. അപ്പോൾ അവർ ഓ മൈ ഗാഡ്സ് എന്നായിരിക്കും പറയണേ. ഞാൻ കേൾക്കുന്നത് GOD എന്നാ. ഗോട്ടിൻ്റെ ഗോഡില്ലേ, ഗോഡ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ ഗാഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലേ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സാധാരണ രീതിയിൽ പേര് വിളിച്ച് സംസാരിക്കാത്തത്. പെണ്ണുങ്ങളും പിരിച്ച ഭക്ഷണം കഴിക്കണവർ പലരും ഉണ്ട്, ഡ്രഗ്സ് നടക്കുന്നവർ. അതിവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വരെ ഗാഡ് പറഞ്ഞ് നടക്കണ്ട. എനിക്കറിയില്ലേ. സാധാരണ രീതി സംസാരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഫോണിൽ അടിച്ചത് അങ്ങനെ ഗാഡി പറയുന്നെങ്കിലും എന്താ പറയുന്നത്,
അങ്ങനെ അതിൻ്റെതായ ചേർച്ചയുള്ള കാര്യങ്ങൾ ചേർച്ചയുള്ള സമയത്ത് ചെയ്യുക, ചേർച്ചയുള്ള ഭക്ഷണം ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ പാട് നിങ്ങളുടെ കാര്യം. എന്നെ അല്ലെങ്കിൽ തൊട്ടവരാരും ചാവാനിടയായിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് അറിയില്ലേ, നിങ്ങൾ എന്തൊക്കെയോ പറയാം അവിടെ ഇവിടെ പറഞ്ഞു, എനിക്ക് മനസ്സിലാവില്ലേ. ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശരിക്കുള്ള കാര്യമൊക്കെ പറയണേ. ഇവിടെ ഞാൻ വഴി എനിക്ക് ശരിക്കും നീ പറയണ രീതിക്ക് മനസ്സിലാവണല്ലേ. നീ ഡ്രഗ് അടിച്ച് നടന്നിട്ട് എന്തൊക്കെയോ വരുന്ന പോലെയാണ് ഞാൻ കേൾക്കണത്, ഞാൻ ബോധത്തോടെ പറയുമ്പോൾ. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ അല്ലാണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവും. ഞാൻ ആരെക്കുറിച്ച് ഞാൻ പിന്നെ അല്ലാണെന്ന് പറയാൻ പോയിട്ടില്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലില്ലാത്തത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും മുരളി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ പറയണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്താ പറഞ്ഞത്, അങ്ങനെ ചേർച്ചയുള്ള കാര്യങ്ങൾ, ചേർച്ചയുള്ള ഭക്ഷണങ്ങളുണ്ട്, ചേർച്ചയുള്ളവരായിട്ട് ചെയ്യുക. ചേർച്ച കൂടെ ജോലി എന്തെങ്കിലും അടുത്തടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം, എന്നാലേ അതിൻ്റെ ഉള്ളിൽ വരുള്ളൂ. അല്ലെങ്കിൽ വേണ്ടാന്നുള്ളത് വേണ്ടാന്ന് തന്നെ വെക്കും. പിന്നെ പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഹിന്ദി കുട്ടിക്കയോ അതാരും ഇവരിത് പറയില്ല എന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് നിങ്ങൾ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കാണിക്കുന്ന ഗോഷ്ഠികളുണ്ടിട്ട് ഇരുട്ട് പിടിച്ച മോന്തകളുണ്ട്. എനിക്ക് ശരിക്കും ശരി വരുന്നുണ്ട്. ഞാൻ എവിടെ ചെന്നാലും 8000 കിലോമീറ്റർ അകലെ പോയാലും എനിക്ക് പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നാൽ തണുപ്പത്തോടെ എനിക്ക് ചിരി വരും. അങ്ങനെ ചിരിപ്പിച്ച് കൊല്ലരുത്, അതൊരു അപേക്ഷയാണ്. പലയിടത്തും നിങ്ങളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, വേറെ ഒരു നിങ്ങളുടെ രാമായണം ഇവിടെ സീരിയലുണ്ടായിരുന്നു, ഒരു സ്വാമി പറയുന്നത്, നീ തുടിച്ച് മരിക്കുന്നു എന്തോ, തുടിച്ചെന്ന് പറഞ്ഞാൽ ചിരിച്ച് എന്താ മീനിങ്ങാണ് തോന്നുന്നു. ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ മണ്ടോതിരി എന്നൊക്കെ പറയണ രാമായണം ചെറുപ്പത്തിൽ കണ്ടത്. അപ്പോൾ അന്നുള്ളവർ ഇപ്പോൾ കുടിച്ചിട്ട് കടച്ച് നിന്നിട്ട് 37 വയസ്സുണ്ടെങ്കിൽ 78 വയസ്സ് തോന്നിക്കണ പോലെയാണ്. പിന്നെ ഓരോരുത്തർ മുരളന്മാരില്ലേ, എന്താ പറയുന്നത്, എന്നിട്ടൊരു വേർഡ് ഞാൻ പറഞ്ഞില്ല, കൂറമാന്തുള്ള സാധനങ്ങൾ എനിക്ക് റൂംമേറ്റായിട്ട് കിട്ടിയ ഒരു കാര്യം അവിടെ നടക്കാൻ പോകുന്നില്ലേ. ജോലി മാത്രമായിട്ട് ശ്രദ്ധിച്ചിട്ട് പോകേണ്ടി വരും. കൂറമാന്തകളെ ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അവരുടെ കൂടെ വേറെ സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കാനും തോന്നില്ല. കൂറമാന്തകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തുമ്മി നടക്കണവരും അവരുടെ കോൾഡ് പിടിക്കാണ്ട് അവിടുത്തെ ശരിക്കുള്ള ഫുഡ് കഴിക്കാണ്ട് കുറച്ച് എരിവും പുളിയുള്ള ഫുഡ് കഴിക്കാണ്ട് കേരള ഫുഡും കൊണ്ട് ചോറും കാശ് ചിലവാക്കി ഫുഡുണ്ടാക്കി നടക്കണവരായിട്ട് തുമ്മി നടക്കണവരും തുമ്മൽ വീണ ഫുഡും കൊണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ പറഞ്ഞ് കൂറമാന്തകളും ശരിക്കുള്ളൊരു മുഖപ്രകാശം വ്യത്യാസമുണ്ട്. അത് കറുത്തതായിക്കോട്ടെ വെളുത്തായിക്കോട്ടെ, ഞാൻ പറയുന്നത് കൂറമാന്ത എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തുമ്മി കൊടവേറെ ഒരു തരം മോന്ത, ഇതൊരു ശരീരഭാഗം, ഒരു തരം വെളുത്തവരും കറുത്തവരും വീർത്തിരിക്കണത് ശരീരപ്രകൃതിയില്ലേ അത്. പക്ഷെ കറുത്തവരായാലും വെളുത്തവരായാലും കൂറമോന്ത ഇല്ലാത്തവരുണ്ട്. അതൊരു പ്രത്യേക ഒരു എന്താ പറയുന്നത്, മാസ്കുലാനിറ്റി എന്താ പറയാനേ, ഒരു തരം എടുപ്പുണ്ടാവില്ലേ, അത് ഉണ്ടായും കുഴപ്പമില്ല. എനിക്ക് അവരോട് സംസാരിച്ചെന്തെങ്കിലും അങ്ങനത്തെ എടുപ്പല്ല, ഒരു തരം എന്താ പറയാൻ, ഒരു തരം പ്രത്യേകത വേണം. ഒരാണെന്ന് പറഞ്ഞ ഫ്രണ്ട് എന്നുള്ള പോലെ വരേണ്ടത് ആ ടൈപ്പിൽ. അവർക്ക് ഉയരം എൻ്റെ ഷോൾഡർ വരാണെങ്കിൽ കുഴപ്പമില്ല. അല്ല കൂറ മോന്തകളെ റൂംമേറ്റ് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ ഞാനും തുമ്മി മരിക്കും, അവിടെ സൗണ്ട് വരും, അവർ തുമ്മണം എൻ്റെ കൂടെ. ഈ കൂറ മോന്തകൾ എന്ന് പറഞ്ഞാൽ കുനിയായിരുന്നു കുട്ടി ചാവണവരും അങ്ങനെയുള്ളവരൊക്കെ ഈ കൂറ മോന്തകളുടെ ഗ്രൂപ്പല്ലേ. അവർ കുടിച്ചിട്ട് നടക്കുന്നവരെ ഡിപ്പെൻഡ് ചെയ്യുമോ? എവിടെ ചെന്നാലും സംസാരിച്ചിരുന്ന് ബാക്കി ചെയ്യണ കാര്യം പറഞ്ഞത്. അല്ലാണ്ട് അതിൽ കുടിച്ച് ഡ്രഗ് അടിച്ച് സിഗരറ്റ് വിളിച്ച് നടക്കണ രീതി ഇല്ല. ഞങ്ങൾക്ക് പറയണ ഘടന മനസ്സിലാക്കണ ബോധമില്ലേ? ഒരു കാര്യം ചോദിച്ചാൽ എല്ലാവരും ഡ്രഗ് പൊട്ട തിരഞ്ഞെടുത്ത്, പണ്ടല്ല ഇപ്പോൾ ആണുങ്ങൾ തമ്മിൽ പണ്ട് ഫ്രണ്ട്സ് നടക്കണു. ഇപ്പോൾ എത്ര ഒരു 5000 years മുമ്പ് 3000 BC-യും 2000 AD കൂട്ടി നോക്കി കഴിഞ്ഞാൽ 5000 years ആണുങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിനുള്ളവരുണ്ട്. അവർ പണ്ട് പൊട്ട തിരഞ്ഞെടുക്കണല്ലേ. പിന്നെയാണ് വൈരാഗ്യവും വൈരാഗ്യവും കാമഭ്രാന്തൊക്കെ വന്നത്. ആ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും കെട്ടിപ്പിടിയോ ലവ് എന്തെങ്കിലും ഒരു തരം ഫ്രണ്ട്സ് ചെയ്യണ്ടെങ്കിൽ അവരോട് ഞങ്ങൾക്ക് കുടിച്ചിട്ട് കടിച്ച് നടക്കാന്ന് നടക്കണ്ടവര്. അതൊക്കെ കേൾക്കണം, നിങ്ങൾ എന്തിനാ പൊട്ട തിരഞ്ഞെടുക്കണമെന്ന് കുശുമ്പ് കുഞ്ഞു വെച്ചിട്ട്. അത് പിന്നെയല്ല കൂടുതൽ എടുത്തത്. സ്ത്രീ വന്നപ്പോഴും അതൊക്കെ പറഞ്ഞു തീർന്നത്. വേറെ എത്രയോ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഉള്ള കാര്യം സംസാരം, ജോലി നല്ലത്, ആ രീതിയിൽ എന്താ പറയുക, അധിഷ്ഠിതമായി ആദ്യമേ തൊട്ടുള്ളത്
അധിഷ്ഠിതമായി നിൽക്കുക. അല്ലാണ്ട് കുടിച്ച് ഡ്രഗ് അടിച്ചിരുന്ന് തമ്മിൽ കൊല്ലിച്ച് നടന്നു. അത് തലയ്ക്ക് കുഴപ്പമുള്ളവരല്ലേ? ഒരു ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക, അതിനുള്ള രീതിയാണ് വരേണ്ടത് അല്ലേ? ആൾ ചെറിയ പിള്ളേരും മറ്റേതല്ല. ഇപ്പോൾ ഒരു മനുഷ്യൻ ആ രീതിയിൽ ഉണ്ടായിക്കണേ. അല്ല പെട്ടെന്ന് ഒരു ചെറിയൊരു ആണെന്ന് ആരെങ്കിലും വരുമോ? എന്തായാലും പേറണം, ഓവറി വേണം, മറ്റേത് വേണം. അപ്പം നിങ്ങൾ വേറെ എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങൾ, അബദ്ധ സിദ്ധാന്തങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ അണുന്ന് വരുന്നത്? ഒരു അണുന്ന് എങ്ങനെയാണ് ഉടലെടുക്കുന്നത്? ഒരു മനുഷ്യന് മുമ്പേ ഉണ്ടായി കാണണം. എന്നാലല്ലേ സ്ത്രീ പിന്നെയും ഉണ്ടായി ഏഷ്ണി വൈരാഗ്യം എന്നിട്ട് അവരുടെ നിന്ന് ഉടലെടുത്ത് ഓവറി വേണം. അല്ലെങ്കിൽ അതിന് മറ്റേ ബീജം അവിടെ കയറി ഏഷ്ണി വൈരാഗ്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ 2 പേരോ 3 പേരോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നാണ് കുട്ടികൾ വരുന്നത് അല്ലേ? അല്ല ചെറിയൊരു മീനിന്ന് വന്നു, കുരങ്ങുന്നുണ്ടായി എന്നൊക്കെ പറയണത് എന്താർത്ഥം? ഒരു മനുഷ്യനാണെങ്കിൽ ഒരു ഇഞ്ചലിക്ക് ഒരു റേഡിയേറ്റ് ആയ എന്ത് ബോഡി, റേഡിയൻറ്റ് ബോഡീനെ എന്താ പറയുക, ഗ്ലോറിഫൈഡ് ബോഡി. അത് ആദ്യമേ തൊട്ടുള്ളതാണ്. മനുഷ്യനായിട്ടാണ് ജനിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ സയൻസിൽ കുറേ അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കുടിച്ച് ഡ്രഗ് അടിച്ച് തമ്മിൽ കൊല്ലിക്കണ ഏഷ്ണിയും വൈരാഗ്യമുണ്ട്. അത് കുറേ മാഷ്മാർ പറയിപ്പിച്ച് ടീച്ചേഴ്സ് ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്. അവർ പറയിപ്പിച്ചിരിക്കാൻ അല്ല, അവരുടെ വിഡ്ഢിത്തരം ഫോളോ ചെയ്യാൻ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ വിഡ്ഢിത്തരം ഓർത്തിട്ടാണ് ചിരി വരുന്നത്. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ മുതൽ ചിരിച്ച് ഞാൻ വയ്യാണ്ടായി. ചെറുപ്പത്തിൽ നമ്മുടെ എല്ലാം നിങ്ങളുടെ റോമൻ കാത്തലിക്ക് പെരുന്നാളൊക്കെ കണ്ടിട്ട് വീട്ടിൽ ചെയ്യാരത്ത് എവിടെയെങ്കിലും ഗോവ എവിടെയും വന്നാൽ എനിക്ക് ചിരി വരാം, ശരിക്കും ചിരി വരാം. ചിരിച്ച് എൻ്റെ മുഖം പ്രകാശമായി. ചിരിച്ച് എൻ്റെ മുഖം തൊടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ പൊതുപ്പിൻ്റെ ഉള്ളിൽ ഞാൻ വെറുതെ കിടന്നുറങ്ങാണ്. എനിക്ക് ചിരി വന്ന് മടുത്തു. ഹൈ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചേർച്ചയാണ് പറയുമ്പോൾ സംസാരിക്കണം. അത്ര ചേർച്ചുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. നിങ്ങൾ പിടിച്ച് വെഡിത്തം ചെയ്ത് ഇരുണ്ട് പോകണല്ലേ മുഖങ്ങൾ കുടവേറും. അപ്പം ഞാൻ ചിരിച്ച് എനിക്ക് അതിൻ്റെ മുഖം തൊടുത്ത് വരാണ്. പലയിടത്തും പോകുമ്പോൾ വേറെ രീതിയിലാവണു. മടുത്ത് പോയി ഞാൻ ചിരിച്ച് മടുത്ത ഒരാളോട് വേറെ ഉണ്ടാവില്ല. വേറെ അതല്ലേ പറയണം, ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. കുടിച്ച് ഡ്രഗ് അടിച്ചിരിക്കണ പോലെയല്ല. നിങ്ങൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് ഡ്രഗ് അടിച്ചിട്ട് ചിരിക്കണ പോലെയല്ല അത്. ഡ്രഗ് അടിച്ച് ചിരിക്കുന്നത് തമ്മിൽ കൊല്ലിക്കാനല്ലേ? ആ ഏഷ്ണിയും വൈരാഗ്യമല്ല വരേണ്ടത്. അതുകൊണ്ടല്ലേ ഞാൻ എനിക്ക് എൻ്റെ ഒരു എന്താ പറയുന്നത് സ്ട്രെങ്ത്തിൽ നിഷ്കളത്ത മനസ്സിലാക്കിയിട്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് ഒരു സന്തോഷിച്ച് ആഹ്ലാദിക്കുമ്പോൾ ഉള്ളിൽ നിങ്ങൾ വെടുത്തം കണ്ട് എൻ്റെ മുഖം തൊടുത്ത് വരാം. അത് മറയ്ക്കാൻ വേണ്ടി എനിക്ക് മാസ്ക് വെച്ചാണ്. എൻ്റെ മുഖം നിങ്ങളെ കാണുമ്പോൾ ഞാൻ മുഖം വീർപ്പിച്ച് പഠിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളിൽ ഒന്നും ഡ്രഗ് അടിച്ച് നടക്കണവരാന്ന് വിചാരിക്കും നിങ്ങൾ. അതാണ് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ പേരുകൾ സംസാരിക്കാൻ പറ്റാത്തത്. എനിക്ക് നിങ്ങളുടെ മുഖം നോക്കിയിട്ട് ഞാൻ നിങ്ങളെ കണ്ട് എവിടേക്കോ എനിക്ക് ചിരിച്ച് മടുത്തത് നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ചിരിച്ച് കാണിക്കാൻ പറ്റുമോ? ഒരു ബോധം ബുദ്ധി വേണ്ട. പെണ്ണുങ്ങൾ വരെ ഡ്രഗ് അടിച്ച് നടക്കും. ചിരിക്കാണ്ട് വരെ ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളൂ, നിങ്ങൾക്ക് എന്നെ മുമ്പ് കണ്ടപ്പോൾ സംസാരിച്ച് പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞ് ടോണൊക്കെ നിങ്ങൾ പോകും. പിന്നെ എന്താ നിങ്ങൾക്ക് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചിരിച്ച നിങ്ങൾ പത്ത് എന്ന് പറഞ്ഞ് ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി പോവും? നിങ്ങൾ തമ്മിൽ കൊല്ലിച്ച് ഡ്രഗ് അടിച്ച് ചിരിച്ച് നടക്കുന്നുണ്ട്. ഇത് ഡ്രഗ് അടിച്ചിരിക്കുന്നതല്ല, ബോധത്തോടെ കാര്യങ്ങൾ ചിരിക്കുന്നതാണ്, ബോധത്തോടെ ചെയ്യുന്നതാണ്, ഉണർവോടെ ചെയ്യുന്നതാണ്. വിഡ്ഢിത്തം ഇവിടെ വരില്ല. ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വിഡ്ഢികളെ ഓർത്തിട്ട് വിവരം മാറി നിന്ന് ചിരിക്കുന്നു. അത് നിർത്തലുണ്ടാവില്ലേ? ഒരു കാര്യം അതേ രീതിയിൽ എങ്ങനെ വരണം എന്നുള്ള ബോധമില്ലേ? അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മുഖം നോക്കുമ്പോൾ വേറെ ഏതോ മുഖമാണ് കാണുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഏതോ പഴകിയ ഒരു ഡ്രഗ് അടിച്ച് നടക്കണവരാന്ന്. ശരിക്കുള്ള എൻ്റെ മുഖം അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു തരം വിടർന്ന് വരണ മുഖമാണ്. അത് പലയിടത്തും വേറെ എല്ലാവർക്കും കാണാൻ പറ്റുമത്. വേറെ സ്ഥലത്ത് പോയാലും എവിടെയെങ്കിലും ഒരു എൻവയോൺമെൻറ്റ് ഇവിടെ വ്യത്യാസമുണ്ട്, അവിടെ വേറെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പല പ്രശ്നം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ബോധമാണ് ഡ്രഗ് അടിച്ച് നടക്കല്ല. നിങ്ങൾക്ക് വല്ല മനസ്സിലാവോ? തിരിയോ? അതാ പറഞ്ഞേ വെഡിത്തത്തുനിന്ന് മാറി വിവരത്തെ മുറുകെ പിടിക്കാൻ. അപ്പോഴും നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റണല്ലേ? അപ്പോഴും ഡ്രഗ് അടിച്ച് പിടിച്ച് നടക്കുക. ഞാൻ പലയിടത്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞേ, കുറേ പേര് അങ്ങനെ ആയിരുന്നു തൊട്ടി ചത്തവരുണ്ട്. ഞാനൊരു നോക്കി കാണുമ്പോൾ ഞാൻ എല്ലാം ഒരു എവിടെ തൊട്ടേ ജനിച്ചത് ഏതോ ലൈഫാണോ അതനുസരിച്ച് എവിടെയൊക്കെ ആരൊക്കെ ഉണ്ടായി അങ്ങനെയുള്ളവരെൻ്റെ അടുത്തേക്കും അവിടെ ഇങ്ങനെ ആ സമയത്തൊക്കെ ഒരു യാദൃശ്ചികമായി കോയിൻസിഡൻസ് വരുന്നുണ്ട്. അവർ പലയിടത്തും അങ്ങനെ ശരിക്കുള്ളത് മനസ്സിലാക്കാണ്ട് മുഖം കണ്ടാലും മനസ്സിലാക്കണം. അപ്പോൾ അരുന്ന് കൂട്ടി വാങ്ങുന്നത് അങ്ങനെയാണ് അവർ.
അപ്പോൾ അതുകൂടി പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മാറാൻ തയ്യാറല്ല. സാധാ രീതിയിൽ സംസാരിക്കാറിയില്ല. ഇവിടെ തോന്നുന്നു ഒരു വർഷം തോന്നിയിട്ട് വേറെ എന്തെങ്കിലും അങ്ങനെയായിരുന്നു, സാധാ രീതിയിൽ സംസാരിക്കായിരുന്നു. ഒരു 3 വർഷം കഴിഞ്ഞിട്ട് 90 വർഷം കഴിഞ്ഞിട്ട് തോന്നിയിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ പാലീസ് അയച്ച് ആവാറായി ഹൈ ഹൈ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് കാര്യം എന്താ? എടാ ധൈര്യമില്ലാത്ത പെണ്ണുങ്ങളും പുരുഷന്മാരും ഹിജടകളാണ് കുറ്റം നാവിന്ന് വളിവിട്ട പോലെ പറഞ്ഞ് തമ്മിൽ കൊല്ലിച്ച്. ധൈര്യമില്ലാത്തവർ, പേടിയുള്ളവർ, വിഷമം വരണവർ, ധൈര്യമില്ലാത്തവർ, ക്ഷീണം വരണവർ, അങ്ങനെയുള്ളവരാണ് ഡ്രഗ് അടിച്ചു പിടിച്ച് നടക്കുന്നവർ. അങ്ങനെയാണ് ധൈര്യമില്ലാണ്ട് തമ്മിൽ കൊല്ലിച്ച് നടക്കണവർ. അത് ഞാൻ ചെയ്യണ്ട ഇല്ല, ഞാൻ ബോധത്തോടെയല്ല കാര്യങ്ങൾ ചെയ്യണേ. അത് മനസ്സിലാക്കുന്ന ബോധം കാണിക്കുക. വീണ്ടും നിങ്ങൾ എന്തിനാ ആ വീട്ടിൽ തന്നെ റിപ്പീറ്റ് ചെയ്യണേ? വിഡിത്തം റിപ്പീറ്റ് ചെയ്യണമെന്നും ആരെയും കർശനമായി ആക്കിയതാണ് നിങ്ങളോട്. ഞാൻ പറയുന്നത് അത് തുടരരുത്. വിവരത്തെ മുറുകെ പിടിക്കുക. വീണ്ടും നിങ്ങൾ ശരിക്കും മനുഷ്യർ തന്നെയാണോ? ഒരു കാര്യം അങ്ങനെ ഇല്ല, ഡ്രഗ് നടക്കില്ല പറയുമ്പോൾ വിഡിത്തത്തിൽ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് നടന്നിട്ട് അങ്ങനെ നടക്കാൻ, ഡ്രഗ് അടിച്ചുള്ളത് തമ്മിൽ കൊല്ലിക്കാൻ ആരെയും ആക്കിയതാണ് നിങ്ങൾക്ക്. അതാണ് ശരി എന്ന് പറഞ്ഞു തന്നാ. വിവരമില്ലായ്മ കുറേ പേര് വല്ലവരും പറഞ്ഞു തരും, തന്തി തള്ളവർ പറഞ്ഞു തരും ചിലപ്പോൾ. എന്നോട് ആരെയും പറഞ്ഞിട്ടില്ല മാത്രം. അപ്പോൾ ഇങ്ങനെ ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഡ്രഗ് അടിച്ചിട്ട് പിടിച്ച് നിൽക്കലിൻ്റെ വിപരീതം പെട്ടെന്ന് പൊളിഞ്ഞു പോകും. ആൾക്കാർക്ക് ഇതുള്ളതല്ല, ആൾക്കാർക്ക് ഇതില്ലാത്തതിൻ്റെ ഓപ്പോസിറ്റ്, സോഷ്യൽ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ്, സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് മിസ്കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം ആജ്ഞ തന്നെ. ഇതെന്നെ നിർബന്ധമായി പാലിക്കണം എന്ന്, വിഡിത്തം നിർബന്ധമായി പാലിക്കണം എന്ന് ആരെങ്കിലും ആജ്ഞ തന്നുണ്ടോയെന്ന് ചോദിക്കണേ. വിവരത്തെ മുറുകെ പിടിക്കാൻ അറിയില്ലേ? വിപരീതം തന്നെ ചെയ്യണം എന്ന് ആരെങ്കിലും ആജ്ഞ തന്നാ നിങ്ങൾക്ക്? വിവരത്തോടെ നടക്കാറിയില്ലേ? ധൈര്യത്തോടെ നടക്കാറിയില്ലേ? പിന്നെ പറയാം. കുരുട്ടുമോന്ത കണ്ടിട്ട് തമ്മിൽ കൊല്ലിച്ച് നടക്കാനും ദേഷ്യപ്പെടാനും തമ്മിൽ കൊല്ലിച്ച് വൈരാഗ്യം വെച്ച് നടക്കാനും ആരെങ്കിലും ഞങ്ങൾക്ക് ആജ്ഞ തന്നാ? ഇതന്നെ വെഡിത്തം നിർബന്ധമായി പാലിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാ? നിങ്ങൾ എന്തൊക്കെ മനുഷ്യരില്ലാത്ത എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. വിവരമില്ലാത്തവർ പറഞ്ഞിട്ടിട്ട് നിരങ്ങി നീങ്ങരുത്. ഞാൻ ആരെയും നോക്കിയാൽ എൻ്റെ ഒരു ഒരു തരം ബ്രദർ ഒരു രീതി വേറെ എങ്ങനെ പറയണമെന്ന് മനസ്സിലാക്കാൻ ബോധമില്ലേ? നിങ്ങൾ കാണുന്നത് വേറെ ഏതോ വിഡ്ഢീനെയാണ്, ഏതോ മുഖം എനിക്ക് മനസ്സിലാവില്ല ആരെയാണ് കാണുന്നത്. കുടിച്ച് ഡ്രഗടിച്ചിടന്നൊക്കെ എരുന്ന് കൂട്ടി ചത്തവരും, കൃത്രിമം കാണിച്ചവരും, ഡ്രഗടിച്ച് പറഞ്ഞവരും, എഴുതി പഠിപ്പിച്ച ഡയലോഗ് പറയിപ്പിച്ചവരും പലരും ഉണ്ടോ. അവർ ലെജൻഡുകളല്ല, വേസ്റ്റുകളാണ്. ഡ്രഗടിച്ച് നടക്കുന്നവരും ആവശ്യമില്ലാണ്ട് ചെയ്തവരുണ്ട്. ഇത് വിവരത്തോടെ കാര്യങ്ങൾ സംസാരിക്കണം. അതെങ്കിലും മാറാൻ പഠിക്ക്. സാധാരണ രീതിയിൽ സംസാരിക്കാറിയില്ല. നിങ്ങൾ ഏത് ഡ്രഗ് അടിച്ച് നടക്കണവരെ നിങ്ങൾ മനുഷ്യർ തന്നെയാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഡ്രഗ് അടിച്ച് നടന്ന് തമ്മിൽ കൊല്ലിച്ച് നടക്കില്ലേ? അതെങ്ങനെ മനുഷ്യരാണ്? നിങ്ങളെന്നെ പറയണ്ടത് ഒരു വേർഡ് പറയണ്ടേ നിങ്ങൾ, ഹ്യൂമാനിറ്റി എന്ന്. അപ്പോൾ മനുഷ്യർ തമ്മിൽ ഡ്രഗ് അടിച്ച് തമ്മിൽ കൊല്ലിച്ച് വിപരീതം ചെയ്യുന്നത് വിവരമില്ലായ്മ. ഞങ്ങൾ വിവരം അത് നിർബന്ധിച്ച് പാലിക്കണം, വെഡിത്തം നിർബന്ധിച്ച് പാലിക്കണം ആജ്ഞ തന്നുണ്ടാവില്ല ആരും. കുടിച്ച് ഡ്രഗ് അടിച്ചിട്ട് കൊല്ലിച്ചിട്ട് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ നടത്തുന്ന കാര്യം. നിങ്ങൾക്കൊരു അർത്ഥം മനസ്സിലാക്കണ ബോധമല്ലേ? മെറ്റീരിയലിസ്റ്റിക് റിലീജിയൻ തന്നെയല്ലേ നിങ്ങൾ തുടരുന്നത്? മുസ്ലിമും ഹിന്ദു റോമൻ കത്തോലിക്കും നിർജ്ജീവമായത് ആരാധിക്കുന്നതും പിന്തുടരുന്നതും. അത് മനസ്സിലാക്കണ ബോധമല്ലേ? ധൈര്യമായിട്ട് നിൽക്കാൻ പഠിക്കുക. ഇത് ലോകം മൊത്തം കേൾക്കേണ്ടത് പറഞ്ഞു. വീണ്ടും ആ വീട്ടിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുക. എന്താ ഞങ്ങൾക്ക് പറ്റണമെന്ന് അറിയില്ല. നിങ്ങൾ ശരി, അതുകൊണ്ട് ഞാൻ മുമ്പ് ചോദിച്ചു, നിങ്ങൾ ശരിക്കുള്ള തന്തയ്ക്ക് തളയ്ക്ക് നിൽച്ചതാണോ? ശരിക്കുള്ള രീതിക്ക് പോകാറില്ല. ഏതാ ജീൻസ് എന്നുള്ള മനസ്സിലാക്കുള്ള ബോധമില്ല.